നമ്മുടെ മലയാളത്തിലെ പ്രധാന സൂപ്രതാരങ്ങളെല്ലാം മത്സരിച്ച് ഒരുപാട് ഹിറ്റുകൾ നൽകിയ ഒരു സീസൺ, ഒരു വിഷു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2003 വിഷു കാലഘട്ടം. എല്ലാ വിഷു സീസണും ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് സിനിമാ ലോകവും അല്ലെങ്കിൽ തിയേറ്റേഴ്സും പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കാറുള്ളത്. 2003 എന്ന് പറയുന്ന ഒരു വർഷം ഇറങ്ങി ഒരുപാട് സിനിമകൾ ആ വിഷു സീസണിന് വേണ്ടി ചാർട്ട് ചെയ്തിരുന്നു. അതിൽ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നത് പ്രിയദർശൻ മോഹൻലാൽ സിനിമ, അതുപോലെ തന്നെ സിദ്ദിഖ് മമ്മൂട്ടി സിനിമ. 96 എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ആ ഒരു വിഷു സീസണിന് ഇതുപോലെ തന്നെ പ്രിയദർശന്റെയും മോഹൻലാലിന്റെയും വളരെ പ്രതീക്ഷയോടുകൂടി എത്തിയ ഒരു സിനിമ കാലാപാനി. ഒരുപാട് ബഡ്ജറ്റിൽ, ഏറ്റവും വലിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു സിനിമ. അപ്പുറത്ത് മമ്മൂട്ടി സിദ്ദിഖ് കൂട്ടുകെട്ടിലെ ഹിറ്റ്ലർ, സിദ്ദിഖ് ലാലായിട്ട് ലാലുമായി പിരിഞ്ഞ് സിദ്ദിഖ് ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത, ലാല് പ്രൊഡ്യൂസ് ചെയ്ത ഹിറ്റ്ലർ. അന്ന് മമ്മൂട്ടിയുടെ സിനിമകളെക്കാട്ടും സിനിമയ്ക്ക് കുറച്ച് മമ്മൂട്ടിക്ക് ക്ഷീണമുള്ളൊരു സമയമായതുകൊണ്ട് അന്ന് പ്രിയദർശൻ മോഹൻലാൽ സിനിമയ്ക്കായിരുന്നു കൂടുതൽ ഹൈപ്പ്. പക്ഷെ അന്ന് ആ വിഷു തൂക്കിയത് ഹിറ്റ്ലർ ആയിരുന്നു. ഇതേപോലെ തന്നെ 2003 വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ അന്ന് മമ്മൂട്ടിക്ക് കുറച്ച് മോശം സമയമായിരുന്നു. കാരണം അതിന് മുമ്പ് മമ്മൂട്ടിയുടെ 2002 ഫാൻഡം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി അധികം സിനിമകളൊന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിന് ശേഷം മമ്മൂട്ടി സിദ്ദിഖിന് ഡേറ്റ് കൊടുത്തു. അതായിരുന്നു ക്രോണിക് ബാച്ചിലർ. സിദ്ദിഖ് തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് മമ്മൂട്ടിയെക്കാട്ടും നല്ലത് ആ ഒരു വേഷം ജയറാമിന് കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നിർമ്മാതാക്കൾ പറഞ്ഞു. അതുപോലെ തന്നെ മുകേഷിന് പകരം ദിലീപിനെ അഭിനയിപ്പിക്കാം എന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷെ സിദ്ദിഖിന്റെ ആ ഒരു വാശി, അല്ലെങ്കിൽ സിദ്ദിഖ് ഉറപ്പിച്ച തന്നെയായിരുന്നു, സിദ്ദിഖിന്റെ ഒരു ഇത് തന്നെയായിരുന്നു മമ്മൂട്ടിയും മുകേഷും മതി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പലവരും പിന്മാറിയ അവസാനം ക്രോണിക് ബാച്ചിലർ എന്ന് പറയുന്ന ഒരു സിനിമ തീർക്കാൻ പറ്റി. അപ്പുറത്ത് പ്രിയദർശൻ മോഹൻലാലിന്റെ കിളിച്ചുണ്ടൻ മാമ്പഴം. ഇവര് ചന്ദ്രലേഖയും തേന്മാവിൽ കൊമ്പത്തും ഒക്കെ പോലത്തെ ഹിറ്റ് ഒരുക്കിയ കാരണം അതുപോലത്തെ ഒരു സിനിമയായിരിക്കും എന്നുള്ള വളരെ പ്രതീക്ഷയോട്, വിദ്യാസാഗറിന്റെ സംഗീതം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് തിയേറ്ററിൽ എത്തിയത്. കിളിച്ചുണ്ടൻ മാമ്പഴം, സൗന്ദര്യ അഭിനയിക്കുന്നു, മോഹൻലാലൊക്കെ സൗന്ദര്യ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്ന വളരെ ശരിക്കും ഒരു ഹൈപ്പ് തന്നെയായിരുന്നു. ശ്രീനിവാസൻ, തിലകൻ, നമുക്കറിയാം അതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ മറ്റൊരു സിനിമ ദിലീപിന്റെ തിളക്കം. അപ്പൊ ദിലീപ് ആണെങ്കിൽ അന്ന് ഹിറ്റുകൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. കാരണം തെങ്കാശിപ്പട്ടണം അല്ലെങ്കിൽ ജോക്കർ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി ദിലീപിന് ഒരു ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ കിട്ടിയ ഒരു കാലമായിരുന്നു. ഇഷ്ടം, അതുപോലെ തന്നെ മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ. 2002 കല്യാണരാമൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം ഇറങ്ങുന്ന ഒരു സിനിമയാണ് തിളക്കം. അപ്പൊ ഈ തിളക്കത്തിലെ പാട്ടുകളൊക്കെ, അപ്പൊ തിളക്കം മാത്രമല്ല, ഈ ക്രോണിക് ബാച്ചിലറിലും അന്ന് ദീപക് ദേവ് എന്ന് പറയുന്ന ആദ്യമായിട്ടുള്ള ഒരു പുതിയൊരു മ്യൂസിക് ഡയറക്ടറിനെ സിദ്ദിഖ് കൊണ്ടുവരുന്നു. അപ്പോൾ ക്രോണിക് ബാച്ചിലറിലെയും പാട്ടുകൾ എന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഹിറ്റാണ്, കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ടുകൾ ഹിറ്റാണ്, തിളക്കത്തിലെയും പാട്ടുകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. സാറേ സാറേ സാമ്പാറേ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിയ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹൈപ്പിലാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. ജയരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ, റാഫി മെക്കാട്ടൻ ദിലീപിന് ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത റൈറ്ററാണ്. റാഫി മെക്കാട്ടൻ എഴുതുന്നു, ജയരാജ് സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഹൈപ്പ് തന്നെയായിരുന്നു. കാവ്യമാധവൻ നായികയാവുന്നു, ജഗതി, നെടുമുടി വേണു, വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്, നമുക്കറിയാം. അങ്ങനെ ആ ഒരു സിനിമ ആ ഒരു വിഷുവിന് വരുന്നു. പിന്നെ സിബി മലയിൽ ജയറാം കൂട്ടുകെട്ട്. അപ്പോൾ സിബി മലയിൽ ജയറാം എന്ന് പറഞ്ഞാൽ അധികം സിനിമകളൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ സിബി മലയിലെ ഒരു, നമുക്കറിയാം, ഒരു ഇമോഷൻ സാധനം ഉണ്ടാക്കാം. അപ്പൊ ജയറാമിന്റെ മകൻ കാളിദാസ് അഭിനയിക്കുന്നു, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കാളിദാസ് അഭിനയിക്കുന്നു. ഭയങ്കര ഒരു ഇമോഷൻസ് ഉണ്ട്. ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക്. ആ സിനിമയായിരുന്നു എൻ്റെ വീട് അപ്പൂന്റെയും എന്നുള്ള സിനിമ. പിന്നെ ഒരു 3D സിനിമയാണ് മാജിക്. അത് ശരിക്കും ഒരു മലയാളം സിനിമയല്ല, അതൊരു തമിഴോ തെലുങ്കോ, അതിന്റെ മലയാളം ഡബ് വേർഷനാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ള 3D സിനിമ. മൈഡർ കുട്ടിച്ചാത്തന് ശേഷം വരുന്ന അവരുടെ ആ ഒരു ബാനർ, അവരുടെ ഒരു എന്താ പറയുക, ഒരു മലയാളത്തിൽ വരുന്ന ഒരു സിനിമ എന്ന രീതിയിലൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. സുരേഷ് ബാലാജിയുടെ മകനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അവരൊക്കെ കൂടി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് എക്സാക്ട്ലി എൻ്റെ ഓർമ്മയില്ല, എങ്കിലും ആ ഒരു സിനിമ അന്ന് ഭയങ്കര ഹൈപ്പിലാണ്. SP ബാലസുബ്രഹ്മണ്യം അഭിനയിക്കുന്നുണ്ട്, കുറെ പേര് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അന്ന് വിചാരിച്ച പോലെ ഒരു ഏറ്റില്ല ശരിക്കും ആ ഒരു സിനിമ അന്ന് തിയേറ്ററുകളിൽ. ഇത്രയും സിനിമകളിൽ മാജിക് എന്ന് പറയുന്ന ഒരു സിനിമ, ഞാനിതിൽ എല്ലാ സിനിമയും അന്ന്
തിയേറ്റർ എനിക്ക് എൻ്റെ വീട് അപ്പൂൻ്റെ വന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ല. പിന്നീട് അത് DVD ഒക്കെ ഇറങ്ങിയപ്പോഴാണ് കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, മാജിക് കണ്ടിട്ടുണ്ട്. അതന്ന് തൃശ്ശൂർ കൈരളി തിയേറ്ററിലായിരുന്നു. കൈരളി ശ്രീയോ ഏതൊരു തിയേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വിചാരിച്ച പോലെ നമ്മൾ മൈൻഡ് കുട്ടിച്ചാത്തനൊക്കെ ഇതുപോലെ 96 ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ട്. അന്ന് സ്കൂളിലായിരുന്നു. ഈ കാലഘട്ടം വിഷു കാലഘട്ടമൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. മാജിക് അന്ന് തിയേറ്ററിൽ കണ്ടു. പക്ഷെ വിചാരിച്ച പോലെ നമുക്ക് വലിയൊരു താല്പര്യം വന്നു, ഇഷ്ടപ്പെട്ടില്ല സിനിമ. പിന്നെ കിളിച്ചുണ്ടൻ ക്രോണിക് ബാച്ചിലർ, അന്ന് പ്രിഫറൻസ് എന്ന് കിളിച്ചുണ്ടൻ മാമ്പഴത്തിനായിരുന്നു. ആദ്യം തന്നെ കിളിച്ചുണ്ടൻ മാമ്പഴമാണ് അന്ന് തിയേറ്ററിലൊക്കെ ഞാൻ പോയി കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സിനിമകളെല്ലാം പോയി കണ്ടത്. അപ്പോൾ തിളക്കം അന്ന് ഓൾറെഡി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കളക്ഷൻ ആയിരുന്നു. എല്ലാ സിനിമയ്ക്കും ഇനീഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് ഹൈപ്പ് കുറവ് ഈ പറയുന്ന ക്രോണിക് ബാച്ചിലർ ആയിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ക്രോണിക് ബാച്ചിലറിന് കളക്ഷൻ കൂടി, കിളിച്ചുണ്ടൻ മാമ്പഴത്തിന് കളക്ഷൻ കുറഞ്ഞു. തിളക്കത്തിന് നല്ല സ്റ്റഡി കളക്ഷൻ തന്നെ അപ്പോഴും ഉണ്ടായിരുന്നു. തിളക്കമൊക്കെ തൃശ്ശൂർ രാഗം തിയേറ്ററിലായിരുന്നു. ക്രോണിക് ബാച്ചിലർ ജോസ് തിയേറ്ററിലായിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴം രാമദാസിലായിരുന്നു. പിന്നെ എൻ്റെ വീട് അപ്പൂന് തൃശ്ശൂർ സ്വപ്നയിലായിരുന്നു. എൻ്റെ വീട് അപ്പൂന് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ തൊട്ട് താഴെയാണ്. പക്ഷെ ആ ഒരു സിനിമ നല്ലൊരു സിനിമയായിരുന്നു. സിബി മലയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന അവാർഡ് മികച്ച സംവിധായകന് നേടിക്കൊടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു എൻ്റെ വീട് അപ്പൂൻ്റെ. എന്തുകൊണ്ടും നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയത് ശരിക്ക് ക്രോണിക് ബാച്ചിലർ തന്നെയായിരുന്നു അന്ന് കളക്ഷൻ വൈസ് മുന്നിൽ നിന്നത്. ക്രോണിക് ബാച്ചിലർ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ കേട്ട കുറച്ച് ഒപ്പീനിയൻ എൻ്റെ ഒരു ഓർമ്മയിൽ, സിനിമ വലുതായിട്ട് പോരാ, പക്ഷെ മുകേഷ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, കുറെ ചിരിക്കാനുണ്ട്, ഉഗ്രൻ പാട്ടുകളാണ്. ഇതായിരുന്നു ആദ്യത്തെ ഒരു ഒപ്പീനിയൻ. പിന്നെ അത് ആളുകളിലേക്ക് എത്തി. പിന്നെ എനിക്കൊന്ന് റിപ്പീറ്റ് ഓഡിയൻസ് കാണുമ്പോൾ ഇങ്ങനെ പാട്ടുകൾ നമ്മൾ അതുവരെ മലയാള സിനിമയിൽ കണ്ട പാറ്റേൺ അല്ല, വേറെ തരത്തിലാണ്. സ്വയംവര ചന്ദ്രിക എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഹിറ്റായിരുന്നായിരുന്നു. പിന്നെ ചിരിയോ എന്ന് പറഞ്ഞ പാട്ട്, അങ്ങനെ ഒരു 6ഓളം പാട്ടുകൾ ആ ഒരു സിനിമയിലുണ്ട്. നല്ല സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. എന്തായാലും ആ വർഷത്തെ ഹിറ്റ് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു 2003 എന്ന് പറയുന്ന ആ ഒരു വർഷവും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് 2003 ഇറങ്ങിയ ബാലേട്ടനായിരുന്നു. ബാലേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ക്രോണിക് ബാച്ചിലറാണ്. പിന്നെ CID മൂസ, തിളക്കം, മനസ്സിനക്കരെ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഗ്രോസ് കളക്ഷൻ വെച്ചിട്ട്. ഏകദേശം ഞാനൊരു അറിവ് വെച്ചിട്ട് പറയുന്നതാണ്. ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഈ ഒരു വിഷു സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്രോണിക് ബാച്ചിലർ തന്നെയാണ്. പിന്നെ തിളക്കം, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ വീട് അപ്പൂൻ്റെയും കിളിച്ചുണ്ടൻ മാമ്പഴം. അതിൻ്റെ എക്സാക്ട് കളക്ഷനും കാര്യങ്ങളും അറിയില്ല, എങ്കിൽ പോലും ക്രോണിക് ബാച്ചിലറാണ് ആ ഒരു വിഷു തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തിളക്കം, ഓരോ തിളക്കമൊക്കെ ദിലീപിന്റെ ആ ഒരു തിളക്കത്തിന് ശേഷം പിന്നെ സദാനന്ദന്റെ സമയം ഇറങ്ങി, അത് വലുതായിട്ട് വിജയിച്ചില്ല. അതിന് പിന്നെ CID മൂസ, അങ്ങനെയായിരുന്നു ദിലീപിന്റെ ഒരു കരിയർ പോയത്. ഇതാണ് ആ ഒരു ഏപ്രിൽ മാസങ്ങൾ. പിന്നെ മെയ് മാസം തിയേറ്ററിൽ സദാനന്ദന്റെ സമയമാണ് പ്രധാനമായിട്ട് ഇറങ്ങിയ ഒരു മലയാള സിനിമ. ഇതുപോലെ തിളക്കം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സദാനന്ദ സമയം, അക്ബർ ജോസ്, ഈ പറഞ്ഞ ദിലീപിന്റെ സുഹൃത്തുക്കൾ, കമലിന്റെ അസിസ്റ്റൻസ്, അവർ രണ്ടുപേരും അക്ബറും എബി ജോസ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അക്ബർ ജോസ് ചെയ്യുന്ന ഹിറ്റ് കോംബോ ദിലീപ് കാവ്യ. പക്ഷെ ആ സിനിമ അന്ന് വിചാരിച്ച പോലെ, അത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഇമോഷണൽ സാധനമൊക്കെ ആയതുകൊണ്ടായിരിക്കും തിയേറ്ററിലൊന്നും ഇങ്ങനെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് പോയി, ഫ്ലോപ്പൊന്നും അല്ല തോന്നുന്നു, ആവറേജ് പോയൊരു സിനിമയാണ്. പക്ഷെ പിന്നെ അത് തമാശ രൂപേണയൊക്കെ അല്ല തമാശയൊക്കെ ആയിട്ട് നമ്മൾ അതിൽ ആരെങ്കിലും ഒരു വിശ്വാസം ജാതകമൊക്കെ നോക്കുമ്പോൾ നീ ആരാ, സദാനന്ദന്റെ സമയത്തിലെ സദാനന്ദനാണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും പലവരും ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ, തമാശ രൂപേണയൊക്കെ ഓരോരുത്തരോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ രസമുള്ള സിനിമ തന്നെയായിരുന്നു, കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദിലീപിന്റെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ആ സിനിമ അങ്ങനെ ഒരു വിജയമായി മാറിയില്ല. പിന്നെ തമിഴിലെ കുറച്ച് സിനിമകളായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ആ ഒരു മെയ് ഫസ്റ്റ് വീക്ക് ഇറങ്ങിയ സിനിമ സാമി, വിക്രമിന്റെ. അതിനു മുമ്പ് ധൂൾ ഉണ്ടായിരുന്നു ആ ഒരു പൊങ്കൽ സീസണിൽ. ധൂൾ കഴിഞ്ഞിട്ട് വിക്രമിന്റെ ഇറങ്ങുന്ന സാമി ഒരു വൻ ഹിറ്റായിരുന്നു, കേരളത്തിൽ ഹിറ്റായിരുന്നു. ഞാനത് കോഴിക്കോട് കൊറോണേഷൻ തിയേറ്ററിലായിരുന്നു, അത്യാവശ്യം ഹൗസ്ഫുൾ ആയിട്ട് തന്നെയായിരുന്നു ഒന്നാം സിനിമ കണ്ടത്. ആ വർഷം 2003 എന്ന് പറഞ്ഞ വർഷവും ഏറ്റവും വലിയ ഹിറ്റ് സാമി തന്നെയായിരുന്നു. സാമി, ധൂള്, അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വിജയുടെ തിരുമലൈ, കാക്ക അങ്ങനെ കുറെ ഹിറ്റുകളാണ്. പക്ഷെ സാമി ആയിരുന്നു അന്നത്തെ ടോപ്പ് ഹിറ്റ്. സാമി, ധൂളും തന്നെയായിരുന്നു. പിന്നെ പുതിയ ഗീത എന്ന് പറഞ്ഞ വിജയുടെ ഒരു സിനിമ, പരശുരാം എന്ന് പറഞ്ഞ അർജുന്റെ സിനിമ. പുതിയ ഗീതം ഇവിടെ റിലീസായിരുന്നു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ വലിയൊരു വിജയമൊന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മിക്സഡ് ഒപ്പീനിയനിലെ പോയ സിനിമയായിരുന്നു. പരശുരാമും അതുപോലെ തന്നെ. അർജുൻ്റെതായ ഒരു ഓഡിയൻസ് അവിടെയുണ്ട്. കേരളത്തിൽ അത്ര വലിയൊരു കളക്ഷൻ അർജുനൊന്നും കിട്ടുന്നതല്ല. പക്ഷെ അവിടെ ഒരു ബി സെന്റേഴ്സിലൊക്കെ പരശുരാം അത്യാവശ്യം. അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ പരശുരാം എന്നുള്ള സിനിമ അന്ന് ഷാജി കൈലാസ് ഡയറക്ട് ചെയ്യാനിരുന്നതാണ്. സംയുക്ത വർമ്മ നായികയാവേണ്ടത്. പക്ഷെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഷാജി കൈലാസ് പിന്മാറി, സംയുക്ത വർമ്മ പിന്മാറി. പിന്നീട് അർജുൻ തന്നെ ഡയറക്ഷൻ ഏറ്റെടുത്തു. അർജുൻ ഒരുപാട് സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അതിലൊരു സിനിമയായിരുന്നു പരശുരാം. എന്തായാലും ഇത്രയും സിനിമകളാണ് ആ ഒരു മെയ് മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ റിലീസായത്. അതിൻ്റെ ഒരു ബോക്സ് ഓഫീസും അന്ന് തിയേറ്റർ കണ്ട അനുഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാം.